രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ജിനേഷ് തമ്പി ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ശ്രീ ജിനേഷ്, വോളണ്ടറി യൂത്തനേഷ്യ അനുവദിച്ചാൽ അത് ദുരുപയോഗം ചെയ്ത് സ്വന്തം താല്പര്യമില്ലാതെ മരണം വരിക്കേണ്ട സാഹചര്യം കൂടുതലാണ് എന്നതാണ് ഇതിനെതിരായ പ്രധാന ആർഗ്യുമെന്റ്. ദയാവധം ന്യൂജേഴ്സി അനുവദിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അനുപമ, ഏറെ വർഷങ്ങളായിട്ട് വളരെ വിവാദപരമായിട്ട് വളരെ കൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിലനിന്നിരുന്ന ഒരു ബില്ലാണ് ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ അസിസ്റ്റഡ് പേഷ്യന്റ് സൂയിസൈഡ്. അതായത് ഒരു ഡോക്ടർ 6 മാസത്തിൽ കൂടുതലായിട്ട് ജീവിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു രോഗിക്ക് മരിക്കുവാൻ വേണ്ടിയിട്ട് ഉതകും വിധത്തിലുള്ള മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുവാനായിട്ടുള്ള ഒരു ബില്ല് അത് ന്യൂജേഴ്സിയിലെ അസംബ്ലിയിലും സെനറ്റിലും പാസ്സായി കഴിഞ്ഞു. ഇപ്പോൾ ആ ബില്ലിന്റെ സാധൂകരണത്തിനും ബില്ല് നിയമമാക്കുവാൻ വേണ്ടിയിട്ടും ഒപ്പുവെക്കുന്നതിനു വേണ്ടി അത് ന്യൂജേഴ്സിയിലെ ഗവർണർ ഫിൽ മർഫിയുടെ മേശപ്പുറത്ത് ഇപ്പോൾ ഇരിക്കുകയാണ്. അദ്ദേഹം ആ ബില്ലിൽ താൻ സൈൻ ചെയ്യുമെന്നും അത് നിയമമാക്കുമെന്നും അറിയിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഈ മേഖലയിൽ ഒരു വലിയ ഒരു ഡൗട്ട്, ഒരു സംശയം നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പല ആളുകൾക്കും ഈ വിഷയത്തെ പറ്റിയിട്ട് അതിന്റെ പൂർണ്ണമായ സത്തയോടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പേഷ്യന്റ് അസിസ്റ്റന്റ് സൂയിസൈഡ് എന്ന് വെച്ചാൽ അത് രോഗിക്ക് ഡോക്ടർ മരിക്കുവാൻ ഉതകും വിധത്തിലുള്ള ഡോസിലുള്ള ഒരു മരുന്ന് കൊടുത്തു വിടുന്നതിനെയാണ് ലീഗലി അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന് പറയുന്നത്. പല ആളുകളും വിചാരിക്കുന്നത് ഡോക്ടർ ഡയറക്ട്ലി ഏതെങ്കിലും വളരെ മാരകമായിട്ടുള്ള ഡോസിലുള്ള ലിത്തൽ ഡോസിലുള്ള ഇഞ്ചക്ഷൻ രോഗിയുടെ മേൽ ഡയറക്ട്ലി ഇഞ്ചക്ട് ചെയ്തോ അല്ലെങ്കിൽ ഡോക്ടർ ഡയറക്ട്ലി രോഗിക്ക് അഡ്മിനിസ്റ്റർ ചെയ്തോ രോഗിയെ മരിക്കുവാനായിട്ട് സമ്മതിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇപ്പോൾ ന്യൂജേഴ്സിയിൽ അംഗീകാരം കൊടുത്തത് എന്നൊരു സംശയമുണ്ട് ചില ആളുകൾക്ക്. പക്ഷെ അങ്ങനെയല്ല, ലീഗലി അസിസ്റ്റഡ് സൂയിസൈഡ് എന്നാണ് ഈ ബില്ലിന്റെ പേര്. അതായത് ഡോക്ടർ രോഗിയുടെ മേൽ ഡയറക്ട്ലി ഒന്നും അഡ്മിനിസ്റ്റർ ചെയ്യില്ല, മരുന്ന് കൊടുത്തു വിടുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള നിബന്ധനകൾ എന്താണെന്ന് വെച്ചാൽ 2 ഡോക്ടർമാർ ഈ രോഗി ഇനി 6 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുവാൻ സാധ്യതയില്ല എന്ന് സാധൂകരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ രോഗിയും ഇത് സ്വയം റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുമുണ്ട്. അമേരിക്കയിൽ കമ്പാഷൻ ആൻഡ് ചോയ്സസ് എന്ന ഒരു ഗ്രൂപ്പ് വളരെ വർഷങ്ങളായിട്ട് അവര് പറയുന്നത് ഡെത്ത് ഓഫ് ഡിഗ്നിറ്റി എന്നാണ്. കഷ്ടപ്പാടുകളില്ലാതെ മരിക്കുവാനായിട്ടുള്ള രോഗികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ കമ്പാഷൻ ആൻഡ് ചോയ്സസ് ഗ്രൂപ്പ് ഒരുപാട് വർഷങ്ങളായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്കയിൽ. അവർക്ക് 20,000-ലേറെ വർക്കേഴ്സും അതുപോലെ 100-ൽ പരം വോളണ്ടിയേഴ്സും ഉണ്ട്. അവര് ഇനി കൂടുതൽ ജീവിതം മോഹമില്ലാത്ത അല്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത രോഗികൾക്ക് അധികം കഷ്ടപ്പാടുകൾ കൊടുക്കാതെ അവരെ മരിക്കാനായിട്ട് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബില്ല് നിയമ സാധൂകരണത്തിന് വേണ്ടി ഏറെ വർഷങ്ങളായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂജേഴ്സിയിൽ 2014 മുതൽ ഈ ബില്ല് അസംബ്ലിയിലും സെനറ്റിലും നിയമ സാധൂകരണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലുമായിരുന്നു. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ഡോക്ടർമാരുടെ ഇടയിൽ നടന്ന ഒരു സർവേയിൽ 60% ഡോക്ടേഴ്സ് അഭിപ്രായപ്പെട്ടത്, എന്തിനാണ് കൂടുതൽ ഇനി രോഗികളെ കഷ്ടപ്പെടുത്തുന്നത്, അവർക്കിനി ജീവിതത്തിലോട്ട് മടങ്ങി വരാൻ സാധ്യതയില്ലെങ്കിൽ അവരെ വളരെ അന്തസ്സോടെ മരിക്കാനായിട്ട് സമ്മതിക്കുകയല്ലേ വേണ്ടത്, അവരെ കൂടുതൽ കിടത്തി കഷ്ടപ്പെടുത്തട്ടല്ലോ എന്നാണ് ഡോക്ടേഴ്സിൽ 60% പേർ അഭിപ്രായപ്പെട്ടത്. ശ്രീ ജിനേഷ്, ദയാവധം അനുവദിച്ചാൽ തീരെ വയ്യാത്തവരെ പരിചരിക്കുന്നവർ അധികം ശ്രദ്ധ ചെലുത്താതിരിക്കാൻ സാധ്യതയില്ലേ? അത് വ്യാപകമാകാനും സാധ്യതയില്ലേ? രോഗിക്ക് ദയാവധത്തിനുള്ള ഓപ്ഷൻ അനുവദിച്ച് കൊടുക്കരുത് എന്ന് വാദിക്കുന്ന വക്താക്കളും ഗ്രൂപ്പുകളും മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെന്റ്സ് എന്താണെന്ന് വെച്ചാൽ, രോഗിക്ക് ദയാവധത്തിനുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുവാനുള്ള ഒരു രോഗിയുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും അതുപോലെ മരണാസന്നനായ ഈ രോഗിയെ നോക്കുവാനായിട്ട് കെയർ കൊടുക്കുവാനായിട്ട് വിമുഖതയും ബുദ്ധിമുട്ടുമുള്ള ബന്ധുമിത്രാദികൾ രോഗിയെ പ്രഷറൈസ് ചെയ്ത് സമ്മർദ്ദത്തിലാക്കി രോഗിയിൽ നിന്ന് എന്നെ മരിക്കാൻ സമ്മതിപ്പിക്കണം എന്ന് പറയിപ്പിക്കുവാനുള്ള സാധ്യതയും, അതുപോലെ പൈസ ലാഭിക്കുവാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനികൾ ഡോക്ടർമാരുമായും ഹോസ്പിറ്റലുമായും ഗൂഢാലോചന നടത്തി രോഗിയെ സ്വാധീനിച്ച് സമ്മർദ്ദത്തിലാക്കി രോഗിയിൽ നിന്ന് എന്നെ മരിക്കുവാൻ സമ്മതിപ്പിക്കണം എന്ന് പറയിപ്പിക്കുവാനുള്ള സാധ്യതകളെയൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് രോഗിക്ക് ദയാവധത്തിനുള്ള ഓപ്ഷൻ കൊടുക്കരുത് എന്ന് വാദിക്കുന്നവർ പലപ്പോഴും മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരുടെ ഈ തോട്ട്സിനെയും വ്യൂ പോയിന്റ്സിനെയും അവർ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യങ്ങളെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയുമില്ല.
പക്ഷെ ഇപ്പോൾ ന്യൂജേഴ്സിയിൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് ബില്ലിൻ പ്രകാരം 6 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല എന്ന് 2 ഡോക്ടർമാർ വ്യത്യസ്ത സമയങ്ങളിൽ സാധൂകരിച്ച ഇല്ലെങ്കിൽ ഡിസിഷൻ എടുത്ത ഒരു രോഗി, ആ രോഗി സ്വമേധയാ പറയുകയും വേണം എന്നെ മരിക്കാൻ സമ്മതിക്കണമെന്ന്. ഡോക്ടർമാർ ആ രോഗിക്ക് അങ്ങനെ സ്വമേധയാ മരിക്കാൻ അനുവദിക്കണമെന്ന് പറയുവാനുള്ള ബുദ്ധിയും ബോധവും വിവേകവും ആ സമയത്ത് ഉണ്ട് എന്ന് സർട്ടിഫൈ ചെയ്യുകയും വേണം. ന്യൂജേഴ്സിക്ക് പുറമെ 7 മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിനു മുമ്പേ ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡിനുള്ള നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ ബെൽജിയം, നെതർലൻഡ്സ് പോലെയുള്ള ലോകരാഷ്ട്രങ്ങളും ഈ നിയമത്തിന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ സാധൂകരിച്ചിട്ട് ഉള്ളതുമാണ്. അമേരിക്കയിൽ 19 സംസ്ഥാനങ്ങളിൽ മരണാസന്നനായ രോഗികളെ മരിക്കുവാനുള്ള അവർക്ക് ഓപ്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് നിയമത്തിലാക്കണം എന്നുള്ള പോരാട്ടങ്ങൾ 19 അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടന്നു വരികയുമാണ്. ലീഗലി അസിസ്റ്റഡ് ആയിട്ടുള്ള സൂയിസൈഡിന് എതിരെയുള്ള വക്താക്കൾ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ പലപ്പോഴും നമുക്ക് വളരെ ലോജിക്കലാണ് എന്ന് തോന്നും. എങ്കിലും മരണാസന്നനായ രോഗികൾക്ക് അന്തസ്സോടെ മരിക്കുവാനായിട്ടുള്ള അവകാശങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഓപ്ഷനാണ് പല സർവേകളും കണക്കുകളും അടുത്തിടെ നടത്തിയത് സൂചിപ്പിക്കുന്നത്. ഡെത്ത് ഓഫ് ഡിഗ്നിറ്റി രോഗികൾക്ക് കൊടുക്കണം എന്നുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം എന്ന് ഉള്ള ഒരു വ്യൂവിന് പ്രിഫറൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. വളരെ നന്ദി ശ്രീ ജിനേഷ് അഭിപ്രായം പറഞ്ഞതിന്.